പിന്നാലെ ഇന്ധനവില വർദ്ധിച്ചു. വ്യാജ വാർത്തകൾ തള്ളി കേന്ദ്രം. വാണിജ്യ സിലിണ്ടറുകൾക്ക് തീവില. കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്നതിന് പിന്നാലെ രാജ്യത്ത് പെട്രോൾ ഡീസൽ വില കുത്തനെ ഉയർന്നേക്കുമെന്ന ആശങ്കകൾക്കിടെ ആശ്വാസ വാർത്ത. അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില കുതിച്ചുയരുകയാണെങ്കിലും ഇന്ന്, അതായത് മെയ് 5-ന് രാജ്യത്ത് ഇന്ധനവിലയിൽ മാറ്റമില്ല. 1 ലിറ്റർ പെട്രോളിന് 14 രൂപയും ഡീസലിന് 18 രൂപയും നഷ്ടത്തിലാണ് എണ്ണ വിപണന കമ്പനികൾ ഇപ്പോൾ ഇന്ധനം വിൽക്കുന്നത്. എന്നിട്ടും രാജ്യത്തെ പ്രധാന നഗരങ്ങളിലൊന്നും ഇന്ന് വില വർദ്ധിച്ചിട്ടില്ല. ദേശീയ തലസ്ഥാനമായ ഡൽഹിയിൽ പെട്രോൾ ലിറ്ററിന് 94 രൂപ 77 പൈസയും ഡീസലിന് 87 രൂപ 67 പൈസയുമാണ് ഇന്നത്തെ വില. മുംബൈയിൽ പെട്രോളിന് 103 രൂപ 54 പൈസയും ഡീസലിന് 90 രൂപ 3 പൈസയുമാണ് നിരക്ക്. കൊൽക്കത്തയിൽ പെട്രോൾ 105.45 രൂപയ്ക്കും ചെന്നൈയിൽ 100.84 രൂപയ്ക്കുമാണ് വ്യാപാരം നടക്കുന്നത്. അതേസമയം സാമൂഹിക മാധ്യമങ്ങളിൽ ഇന്ധനവില വർധനവിനെ കുറിച്ച് വ്യാപകമായി പ്രചരിക്കുന്ന വാർത്തകൾ വ്യാജമാണെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി. പെട്രോളിന് 10 രൂപയും ഡീസലിന് 12 രൂപ 50 പൈസയും കൂട്ടിയെന്ന തരത്തിലുള്ള ഉത്തരവുകൾക്കെതിരെ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ രംഗത്തെത്തി. ഇത് പൂർണ്ണമായും വ്യാജമാണെന്നും ഔദ്യോഗിക വിവരങ്ങൾ മാത്രം വിശ്വസിക്കണമെന്നും PIB മുന്നറിയിപ്പ് നൽകി. അന്താരാഷ്ട്ര വിപണിയിലെ നിലവിലെ സാഹചര്യം ഏറെ ആശങ്കാജനകമാണ്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷം ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണപ്പാതയായ ഹോർമുസ് കടലിടുക്കിൽ രൂക്ഷമായതോടെ ബ്രെന്റ് ക്രൂഡ് വില ബാരലിന് $114 ഒറ്റ ദിവസം കൊണ്ട് 6% വർധനമുണ്ടായത്. ഇതിനു പുറമെ UAE-യിലെ ഫുജൈറയിലുള്ള എണ്ണ ടെർമിനലിന് നേരെയുണ്ടായ ഡ്രോൺ ആക്രമണവും ആഗോള എണ്ണ വിതരണത്തെ ബാധിക്കുമെന്ന ഭയം വർദ്ധിച്ചിട്ടുണ്ട്. ഇന്ധനവിലയിൽ മാറ്റമില്ലെങ്കിലും വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള പാചകവാതക വില എണ്ണ കമ്പനികൾ കുത്തനെ കൂട്ടിയിട്ടുണ്ട്. 19 കിലോഗ്രാം വാണിജ്യ സിലിണ്ടറിന് ശരാശരി 993 രൂപയാണ് ഒറ്റയടിക്ക് വർദ്ധിപ്പിച്ചത്. ഇതോടെ ഡൽഹിയിൽ വാണിജ്യ സിലിണ്ടറിന്റെ വില 3071 രൂപ 50 പൈസയായി ഉയർന്നു. ഇറാൻ യുദ്ധം ആരംഭിച്ച ഫെബ്രുവരി 28-ന് ശേഷം ഇത് 3-ാം തവണയാണ് വാണിജ്യ LPG വില വർദ്ധിക്കുന്നത്. എന്നാൽ സാധാരണക്കാർക്ക് ആശ്വാസമായി ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള LPG സിലിണ്ടർ വിലയിൽ മാറ്റം വരുത്തിയിട്ടില്ല. ഡൽഹിയിൽ ഇത് 913 രൂപയായി തുടരും. ന്യൂസ് ഡെസ്ക്, കൊട്ടാരക്കര മീഡിയ.